ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നായനെ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണ് ഒരു വില്ലേജ് കണ്ടത്. പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് വിചാരിച്ച്. അപ്പോൾ വില്ലേജ് വന്ന സ്ഥിതിക്ക് ഇവിടെയൊക്കെ ലൂട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഫുഡൊക്കെ കുറേ ഉണ്ടാവും. അതായത് അൺലിമിറ്റഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഫുഡ് ഒരുപാട് ഉണ്ടാവും. പക്ഷേ മീറ്റൊന്നും ആയിരിക്കില്ല, ഫുള്ള് വെജിറ്റബിൾ ഫുഡായിരിക്കും വില്ലേജസിൻ്റെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആവശ്യത്തിന് ഇപ്പോൾ എനിക്ക് കുറച്ച് ഫുഡ് വേണമായിരുന്നു. അതിനോട് ഞാൻ കുറച്ച് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പക്ഷെ പകരം ഞാനവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോഴാണ് ഞാനിവിടെ പെട്ടത്. ഇവിടെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊണ്ടുപോയി നല്ല ഡാമേജ് ഉണ്ടാവും. മഞ്ഞൊക്കെ നമുക്ക് അനങ്ങാൻ കൂടി കഴിയത്തില്ല. പിന്നെ തൽക്കാലം അവിടെ ഉള്ളത് പൊട്ടിക്കല്ലാതെ വേറെ വഴിയില്ല. പൊട്ടിച്ച് പിന്നെ ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നേരെ മുകളിൽ കൂടെ കയറി. വെറുതെ പണിയാവും ആ പൈക്കൂടെ പോയാൽ. പിന്നെ 2 ക്യാരറ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ളതാണ് ഫുഡ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോണ വരെ ഇവിടെ പൂച്ച ഉണ്ടാവും. പക്ഷെ പൂച്ചനല്ല നമുക്ക് വേണ്ടി, നമുക്ക് നായനെ വേണ്ടി. ഇത് വെച്ചാൽ അൺലിമിറ്റഡ് ഫുഡ് പോലെ നമുക്ക് ഇതിനുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. ഒരുപാട് ബ്രെഡ് ഉണ്ടാക്കാം. അതായത് ഒരു സാധനം ഇത് കൊടുത്താൽ 3 എണ്ണം കിട്ടും ബ്രെഡ്. അത്രയും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഫുഡ് തന്നെയാണ് നമുക്ക് ശരിക്കും. അപ്പോൾ അവിടെ ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. മാപ്പിൽ പറയണത് ഇവിടെ ലൂട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ നോക്കി നോക്കാം. ട്രൈഡൻ്റെ നിന്ന് കിട്ടിയ മാപ്പാണ്. ഞാൻ മൂപ്പരെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് എന്തൊക്കെ അവിടെ നിന്ന് കിട്ടാൻ. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. പോയോക്കട്ടെ എന്താ ബോക്സിലുള്ളതെന്ന്. അപ്പോൾ ബോക്സിൽ കുറച്ച് ഗോൾഡും ഉണ്ട്. ഒരു ഗോൾഡിൻ്റെ സ്വാർഡ് ഉണ്ട്. പിന്നെ അയൺ ഉണ്ട് കുറച്ച്. കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, ലാഭം തന്നെ എന്തായാലും. പിന്നെ ഇത് ആരോ മറ്റേ പോർട്ടൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്, പാളിപ്പോയി. പോർട്ടൽ എല്ലാ മാപ്പിലും ഉണ്ടാവും അതേമാതിരത്തെ കുറേ എണ്ണം. ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് വില്ലേജിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ലൂട്ട്. പിന്നെ ഞാൻ അവിടെ പൂച്ചനെ കണ്ടിരുന്നു, പക്ഷേ പിടിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. കാരണം മീൻ പിടിക്കാൻ ഇവിടെ വെള്ളമൊന്നുമില്ല. അവിടുന്ന് നമ്മൾ മീൻ പിടിച്ചിട്ട് വരണോ, എന്നാലേ പൂച്ചനെ നമുക്ക് പെറ്റാക്കാൻ കഴിയുള്ളൂ. ഒന്ന് പിന്നെ ഇവിടുന്ന് പോവുക തന്നെ. കാരണം ഇതിപ്പോൾ ഇരുടാവാനായി. ഇനിയിപ്പോൾ പോയാൽ ശരിയാകത്തില്ല. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ബെഡിട്ട് കിടക്കാനൊക്കെ സുഖമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ പോയിൻ്റ് മിസ്സായി പോകും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത വീഡിയോയിലുണ്ടാവില്ല നമ്മുടെ ഹോം എവിടെയാണെന്നുള്ളത്. പിന്നെ ഇവിടുന്ന് പോണത് മണ്ടത്തരായി പോകും. അതിലുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ തന്നെ നിൽക്കാൻ വിചാരിച്ച്. പംകിനൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പംകിനൊക്കെ. ഇടാവാനായിട്ടുണ്ട്, പക്ഷേ കുറച്ച് പണിയുണ്ട്. കാരണം ഇവിടെ ലൂട്ടൊക്കെ ആവശ്യത്തിലധികം എടുക്കണം. ബുക്ക്, അതേമാതിരി നമ്മളെ കൊണ്ട് ഇപ്പോഴും ഉണ്ടാക്കാൻ ചെയ്യാത്ത സാധനം മറ്റേ ഇതൊക്കെ ഉണ്ട്. കെമിസ്ട്രി ലാബിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, പോഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ട്രൈഡൻ്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇവന്മാർക്ക് തീരെ വിവരമില്ല ഒന്നും. ഇങ്ങനത്തെ ഓരോ കേവിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് വില്ലേജ് പണിത്. എപ്പം പണി ഇറങ്ങി വരില്ല. അപ്പം ഞാനൊരു ആക്സ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആക്സ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, എന്നിട്ട് വേണം ആക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ആക്സ് ആദ്യം നമ്മൾ വുഡിൻ്റെ ഉണ്ടാക്കും. എന്നിട്ട് ആ വുഡിൻ്റെ ആക്സ് കൊണ്ട് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് അതിനെ കൊണ്ട് വേണം നമ്മൾ സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കാൻ. സ്റ്റോൺ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതെടുക്കാണ്ടിട്ടാണ്. പക്ഷെ അയണിൻ്റെ ആക്സ് ഇല്ല. അയണിൻ്റെ ആക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഗോൾഡ് നമുക്ക് എടുക്കായിരുന്നു. അയൺ കിട്ടിയിട്ടും കാര്യമില്ല. കാരണം അയണിൻ്റെ ആക്സ് വേണമെങ്കിൽ നമ്മൾ അയൺ ഉരുക്കാനുള്ള അടുപ്പൊന്നും നമ്മളിലില്ല. അപ്പോൾ പിന്നെ വെറുതെ
സമയം മെനക്കെടുത്തേണ്ട വിചാരിച്ചു. കാരണം ആ ഒരൊറ്റ ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും മെനക്കെടണ്ടേ. പിന്നെ നമുക്ക് ഒന്നെടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഏകദേശം എൻ്റെ കയ്യിലുള്ള ബാഗ് നിറയാനായിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ ഉണ്ടാക്കി അവിടെ പുതിയതായിട്ട് കണ്ട സ്റ്റോണൊക്കെ ഞാൻ അങ്ങോട്ട് അടിച്ചു മാറ്റാൻ വിചാരിച്ച്. അത് നടക്കത്തില്ല. പിന്നെ വെറുതെ ഗോൾഡ് കിട്ടൂല, പൊട്ടിപ്പോവും, ടൈം വേസ്റ്റാണ്. പിന്നെ വേണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ പിന്നെ വേണ്ടെന്ന് തന്നെ ആക്കി കഴിഞ്ഞു. കാരണം എന്തിനാണ് വെറുതെ അത് ഇതിനെ കൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല, അത് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറേ നടന്നപ്പോൾ ഒരു നായനെ കണ്ടപ്പോൾ നമ്മളെല്ലാം ഒരൊറ്റ സ്കള്ള് കൊള്ളിയിരുന്നു. അവിടുന്ന് സ്കൾട്ടിൻ്റെ കിട്ടിയ സ്കള്ളല്ല, ബോണ്. അപ്പോൾ ഒറ്റ ബോണ് കൊടുത്താലൊന്നും നായ പെറ്റാവത്തില്ല. അപ്പോൾ ഞാനതിനപ്പോൾ തൽക്കാലം വിടണ്ട വിചാരിച്ചു. കാരണം കുറേ നടന്നിട്ടാണ് ഒന്നിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനാണെങ്കിൽ ഒന്ന് കൊടുത്തും ചെയ്തു നമ്മൾ ബോണ്. അപ്പോൾ രാത്രിയാവാൻ കാത്തിരിക്കാതെ വെച്ച്. കാരണം ഒരു ഷീൽഡ് കൊടുത്തിട്ട് നല്ല ഗോൾഡിൻ്റെ സോഡ് ഉള്ളതാണ് നമ്മൾ. അപ്പോൾ ഗോൾഡിൻ്റെ സോഡ് വെച്ചിട്ട് 1 അടി 2 അടിയൊക്കെ മതിയാവും സ്കൾട്ടനൊക്കെ പടാൻ. നമ്മൾ നൈറ്റാവാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കിയിരുന്നു. പിന്നെ അതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ബോണ് കിട്ടും. അപ്പോൾ നൈറ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തീരെ ലൈഫില്ല, നല്ല അടി കിട്ടുന്നുണ്ട് രാത്രി. അതിനോട് കുറച്ച് എനിമീസൊക്കെ തൊട്ടടുത്തുള്ളതിനെ കൊണ്ട് ഞാൻ ബെഡ് വെച്ച് എണീച്ച്. പകലായപ്പോൾ കുറേ എണ്ണത്തിന് സൺലൈറ്റ് തട്ടിയിട്ട് രക്ഷപ്പെടാൻ ആയിട്ട് ഡെത്തായിരുന്നു. അപ്പോഴാണ് ഒരു ക്രീപ്പർ ഒന്ന് എൻ്റെ അടുത്തുനിന്ന് പൊട്ടുന്നത്. ഷീൽഡ് ഉള്ളതിനോണ്ട് കുഴപ്പമില്ല, ഷീൽഡ് ഉണ്ടെങ്കിൽ അപ്പോൾ പടായി ഉണ്ടാവുന്നു. അപ്പോൾ കുറച്ച് ബാക്കോട്ട് ഞാൻ നടന്ന്. അപ്പോൾ ആണ് എന്നെ അടിച്ചുകൊണ്ട് നിന്ന് സ്കൾട്ടിന് ചത്തുക്കണമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. 3 എണ്ണപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോണും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ക്രീപ്പർ പൊട്ടിക്കുക. പിന്നെ വെള്ളത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ സ്കൾട്ടനും കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പോവാം. നേരത്തെ ഞാനൊരു ഡോഗിനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണത്തിന് നമുക്ക് പെറ്റാക്കാൻ പറ്റും. അപ്പോൾ അതാ ഇവിടുന്ന് എനിക്ക് കിട്ടിയിരിക്കണ ഒരു ബോൺ. അപ്പോൾ അത് മതി. പിന്നെ ലൈഫ് എന്ന് കണ്ടാൽ ഒരൊറ്റ ലൈഫേ ഉള്ളൂ, ബാലൻസ് ഒറ്റ ഹാർട്ടോ. ആരെങ്കിലും ഒരുത്തം തൊട്ടിട്ടുണ്ട് ചാവായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ്. നമ്മളെവിടെ വെച്ചെന്നുള്ളത് ഓർമ്മയില്ല. ആരും ഇവിടെ തന്നെ, ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ അടയാളത്തിന് അതിന് തൊട്ടടുത്തുള്ള ട്രീൻ്റെ മുകളിലൊക്കെ ബ്ലോക്ക് വെച്ചതിനെ കൊണ്ട് കാണും പെട്ടെന്ന്. ഇവിടെ ഒരുത്തനെ കണ്ടിരുന്നു. പക്ഷേ അവനെ ഇത് കഴിഞ്ഞിട്ട് അയച്ചു. ആദ്യം അവനെ പിടിക്കട്ടെ, കാരണം അവന് ഓൾറെഡി ഒരു ബോണ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കുറേ നടന്ന് ഇത് കുറച്ച് സ്പീഡാക്കിയതിനോട് ഞാൻ മനസ്സിലാത്ത കുറച്ച് നടന്നിട്ടുണ്ട്. അവസാനം കണ്ടു കിട്ടി. അപ്പോൾ 2 എണ്ണം കൊടുത്തപ്പറ്റി അവന് നമ്മുടെ പെറ്റായിട്ടുണ്ട്. കാരണം ഓൾറെഡി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എണ്ണമൊക്കെ മതിയാവും ഒന്നിനെ പെറ്റാക്കാൻ. ഭാഗ്യമുണ്ടെങ്കിൽ 1-2 എണ്ണത്തിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം കണ്ടവനെ തപ്പി നടക്കുകയാണ്. അവന് അത്ര ദൂരമൊന്നും പോകില്ല എത്ര പെട്ടെന്ന്. എന്നാലും അവനും കൂടി കിട്ടിയ അന്നത്തെ വീഡിയോ നമ്മളത് കഴിഞ്ഞ്. അടുത്ത വീഡിയോയിൽ നമ്മൾ 2 ക്യാറ്റിനെ പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ക്യാറ്റ് ഉണ്ടെങ്കിൽ ക്രീപ്പറൊന്നും വരത്തില്ല. അതിന് ആദ്യം നമ്മൾ സ്പൈഡറിനെ കൊല്ലണം. സ്പൈഡറിനെ കൊന്നാൽ നമുക്ക് സ്ട്രിങ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചൂണ്ടുണ്ടാക്കാം. ചൂണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് മീൻ പിടിക്കാം. മീൻ പിടിച്ച് കഴിഞ്ഞാൽ അതായിട്ട് വില്ലേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാറ്റ് ഉണ്ടാവും. വില്ലേജിൽ നിന്ന് ക്യാറ്റിനെ പെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പെറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 തരം പെറ്റുമായി. അറ്റാക്ക് ചെയ്യാൻ പോലും ക്രീപ്പറിന് വരാതെക്കാൻ ക്യാറ്റ് മതി. സുഖമായിട്ട് നമുക്ക് അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയ പരിപാടിയാണ് ഈ പശു, ആട്, ഇങ്ങനത്തെ പന്നി, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫാം ചെയ്യൽ. അപ്പോൾ അത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അതിനെ കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരണം. ക്യാറ്റൊക്കെ അതിനടുത്തിട്ടുള്ളത്. തൽക്കാലം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്.
വെയിറ്റിങ്ങൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ അത് മൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിൽക്കും. പിന്നെ അടുത്ത വീഡിയോ ഇവരായിട്ട് വീട്ടിലെത്തിയിട്ട് അതിന് അവിടെ വെച്ചിട്ട് അടുത്ത നമ്മൾ ക്യാറ്റിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ക്യാറ്റിനെ പിടിക്കുന്ന ഫുള്ളും കാണിക്കുന്നുണ്ടാവും അടുത്ത പ്രാവശ്യം. ഇപ്പോൾ നമ്മൾ സ്കെൽട്ടനെ കൊന്നിട്ട് ഫോൺ എടുക്കുക എന്നുള്ള പറഞ്ഞില്ല, അതേമാതിരി സ്പൈഡറിനെ കൊല്ലണതും ചൂണ്ടുണ്ടാക്കുന്നതും മീനെ പിടിക്കുന്നതും എല്ലാം ഉണ്ടാവും അടുത്ത വീഡിയോയിൽ. ഞാൻ 10 മിനിറ്റിൽ ഒതുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ എക്സ്ട്രാ കുറച്ച് ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാവണമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടതാണ്. അതുകൊണ്ടാണ് 11 മിനിറ്റിലേക്ക് പോയത്. അത്ര ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ അത് അപ്ലോഡ് ആകാൻ കുറച്ച് ടൈം എടുക്കും, നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ.